السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഈ സംഗമം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പ്രമുഖ താബിഈ പണ്ഡിതനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ളയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സംഘം യുവാക്കൾ ചോദിക്കുകയുണ്ടായി, അല്ലയോ ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഞങ്ങൾ എത്രയോ കാലമായി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്നില്ല, ഉത്തരം ലഭിക്കുന്നില്ല. അതിനെന്തായിരിക്കും കാരണമെന്ന് ആ യുവാക്കൾ ആ പണ്ഡിതനോട് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ള അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മാതത്തു ഖുലൂബുകും ബി അശ്റതി അശ്യാഇൻ, 10 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിർജീവമായി കിടക്കുകയാണ്. ആ 10 കാര്യങ്ങൾ നിങ്ങൾ സജീവമാക്കാതെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് ആ പണ്ഡിതൻ ആ യുവാക്കളോട് പറഞ്ഞപ്പോൾ എന്താണ് അവരുടെ ഹൃദയങ്ങളിൽ നിർജീവമായി കിടക്കുന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ 10 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇബ്രാഹിം ഇബ്നു അദ്ഹം അവരെ ഓർമ്മപ്പെടുത്തുന്നത് വദ്ദഅയ്തും ഹുബ്ബുർ റസൂൽ, നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വതറക്തും അസറഹു വസുന്നതഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറിനെയും ആ പ്രവാചകന്റെ ചര്യയെയും നിങ്ങൾ അവഗണിക്കുന്നു. അതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത് എന്ന് ആ പണ്ഡിതൻ അവരോട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ പരിഗണിക്കണമെങ്കിൽ, അല്ലാഹു നമ്മെ തൃപ്തിപ്പെടണമെങ്കിൽ, സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഞാനും നിങ്ങളും അനുധാവനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആ പണ്ഡിതന്റെ വാക്കുകളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്താൽ അവർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധ്യമാകുമെന്ന് പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ അപരാധങ്ങൾ ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നു എന്ന കാരണത്താൽ, ആ പ്രവാചകന്റെ ചര്യയെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആലു ഇമ്രാനിന്റെ 31-ാം സൂക്തത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി, ആഹ്വാനം ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞേക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്,
നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഉ ചെയ്യണേ, എന്റെ ചര്യയെ നിങ്ങൾ അനുധാവനം ചെയ്യണേ. യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റിയാലോ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു അവരെ ഇഷ്ടപ്പെടുമെന്ന് അവരോട് പറഞ്ഞേക്കുക. തീർന്നില്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവരുടെ പാപങ്ങളഖിലവും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാരണം കൊണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് ജനങ്ങളെ പഠിപ്പിക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നതായി, കൽപ്പിക്കുന്നതായി, നിർദ്ദേശിക്കുന്നതായി ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമാകും. അതുപോലെ സഹോദരങ്ങളെ, ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഞാനും നിങ്ങളും ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ് കാണിക്കുകയാണ് എങ്കിൽ നബിയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള മഹാഭാഗ്യം ലഭിക്കുമെന്നാണ്. ഒരിക്കൽ അറാബി പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മത്തസ്സാ, പ്രവാചകരെ എന്നാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ അറാബി ചോദിക്കുമ്പോൾ ആ അറാബിയുടെ ആ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. മാ അഅദത്തഹാ, ആ പരലോകത്തിന് വേണ്ടി, അന്ത്യദിനത്തിന് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നീ നടത്തിയിട്ടുള്ളത്? ആ സമയത്ത് ആ ഗ്രാമീണനായ സഹോദരൻ പറഞ്ഞത്, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അല്ലാഹുവിനെയും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുന്നു എന്നാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ പാരത്രികമായ ലോകത്തുണ്ടായിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യനായിരുന്ന സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ആ അനുചരനെ കൃത്യമായി നിരീക്ഷിക്കുകയാണ്. വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, വല്ലാതെ തളർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കരഞ്ഞ് ആ നിലക്ക് കണ്ണുകൾ ചുമന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നത്, മാലി അറാക മഹ്സൂനാ, അല്ലയോ സൗബാനെ, നീ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നുവല്ലോ, നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുവല്ലോ, നീ വല്ലാതെ തളർന്നിരിക്കുന്നുവല്ലോ, എന്താണ് അതിന് കാരണമെന്ന് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ സൗബാൻ റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദുനിയാവിൽ നിങ്ങളെ കാണണമെന്ന ആഗ്രഹമുണ്ടാകുമ്പോ, നിങ്ങളുടെ മധുരമായ ശബ്ദം കേൾക്കണമെന്ന് കൊതിയുണ്ടാകുമ്പോ, ഏതാനും കിലോമീറ്ററുകൾ നടന്നു വന്നാൽ, ഏതാനും സമയം നടന്നു വന്നാൽ, നിങ്ങളെ സന്നിധിയിലെത്തിക്കഴിഞ്ഞാൽ പ്രവാചകരെ നിങ്ങളെ നേർക്കുനേരെ കാണാൻ എനിക്ക് കഴിയും. അതുപോലെ നിങ്ങളുടെ സുന്ദരമായ സംസാരം കേൾക്കാനും എനിക്ക് കഴിയും. എന്നാൽ നാളെ പാരത്രികമായ ലോകത്ത് നിങ്ങൾ സ്വർഗത്തിന്റെ അത്യുന്നതമായ സ്ഥാനത്തായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ വെച്ച് ഈ പാവം സൗബാന്, നബിയെ നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടാകുമ്പോ നിങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ, നിങ്ങളോടൊന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ, അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്, അതാണ് എന്റെ ശരീരത്തെ തളർത്തിക്കളഞ്ഞതെന്ന് സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുകയാണ്. ഈ തന്റെ പ്രിയപ്പെട്ട കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി തന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഈ പാവം സൗബാനെ എന്ത് പറഞ്ഞുകൊണ്ടാണ് സമാശ്വസിപ്പിക്കുക എന്നറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്ന ആ സന്ദർഭത്തിൽ അതാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൽ നിസാഇന്റെ 69-ാം സൂക്തവുമായി കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. അത് ജിബ്രീലിൽ നിന്നും കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പാകെ സുന്ദരമായി കൊണ്ട് പാരായണം ചെയ്യുകയാണ്. വമയ്യുതിഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെയും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുന്നത് എങ്കിൽ, അവരെ അനുസരിക്കുന്നതെങ്കിൽ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ച നല്ലവരായ ആളുകളുടെ കൂടെയായിരിക്കും. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖീങ്ങളോടൊപ്പം, രക്തസാക്ഷികളോടൊപ്പം, സ്വാലിഹീൻ
സ്വാലിഹീങ്ങളോടൊപ്പം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നത് വഹസുന ഉലൈക റഫീഖാ, അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ പ്രവാചകന്മാരായ സുദ്ദീഖീങ്ങളായ ശുഹദാക്കളായ ആ മഹത്തുക്കളുടെ കൂടെ കൂട്ടുകാരായി സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം സ്വർഗത്തിൽ കഴിയാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് അത് എത്ര മഹത്തരമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇപ്പൊ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മനസ്സിലാക്കുകയും ആ ചര്യ അനുധാവനം ചെയ്യാനുള്ള വിശാലമായ മനസ്സ് ഞാനും നിങ്ങളും കാണിക്കുകയും ചെയ്താൽ ആ മഹത്തുക്കളുടെ കൂടെ സ്വർഗലോകത്ത് കഴിയാനുള്ള ഭാഗ്യമാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ലഭിക്കുക. ആധുനിക സമൂഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം അല്ലേ? എല്ലാ നിലക്കുമുള്ള നെറികേടുകളും സമ്മേളിച്ച, എല്ലാ നിലക്കുള്ള അധർമ്മങ്ങളും കുടികുത്തി വാണുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യപാനം അധികരിച്ചിരിക്കുകയാണ്, വ്യഭിചാരം അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഭാസകരമായ പ്രവർത്തനങ്ങൾ, അനാശാസ പ്രവർത്തനങ്ങൾ ഒരു ലജ്ജയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ അങ്ങാടിലേക്ക് വരെ ഇറങ്ങി ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് വരെ ഒരു ലജ്ജയുമില്ലാതെ ആളുകൾ തമ്മാടിത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന സാഹചര്യത്തിൽ അതിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം ഉമ്മത്താണ് സഹോദരങ്ങളെ. മദ്യപാനത്തിന്റെ ഈ പുതിയ കണക്കുകൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെട്ട പട്ടണം ഏതാണ്, ജില്ലകൾ ഏതാണ് എന്ന് പരിശോധന നടത്തിയപ്പോൾ പ്രഥമ സ്ഥാനത്തേക്ക് കടന്നു വന്ന ജില്ലകൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലകളാണ്. അതുപോലെ 2 വർഷം മുമ്പ് ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ മദ്യം വിറ്റഴിക്കപ്പെട്ട പട്ടണം ഏതാണ് എന്ന് അറിയാനുള്ള അന്വേഷണം നടത്തിയപ്പോൾ കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിക്കാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിക്കപ്പെട്ടതിനുള്ള പ്രഥമ സ്ഥാനം ലഭിച്ചത് എങ്കിൽ ഈ മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമികമായ സംസ്കാരത്തിൽ നിന്ന്, ഇസ്ലാമികമായ ആദർശത്തിൽ നിന്ന്, പ്രവാചകൻ കാണിച്ചു തന്ന നേർപാതയിൽ നിന്ന്, സൽപന്താവിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരു ചിത്രമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ പ്രവാചകന്റെ ഉമ്മത്ത് നശിച്ചു പോകുമ്പോ അധാർമികതയിലേക്ക്, അനാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ബാധ്യത എന്താ? ഈ നെറികേടുകൾ നോക്കി മൗനം പാലിക്കുകയാണോ? അല്ല, ഇവിടെ ഇസ്ലാഹ് നടത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇസ്ലാമികമായ സംസ്കാരങ്ങൾ മുറുകെ പിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നഷ്ടപ്പെട്ടു പോകുന്ന ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിപ്പിക്കേണ്ട ബാധ്യത തീർച്ചയായും എനിക്കും നിങ്ങൾക്കുമുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബദഅൽ ഇസ്ലാമു ഗരീബ, പരിശുദ്ധ ഇസ്ലാം ആരംഭം കുറിച്ചത് അത് അപരിചിതമായി കൊണ്ടാണ്. ആർക്കും ഇസ്ലാമികമായ സംസ്കാരം പരിചയമില്ലാത്ത അക്കാലഘട്ടത്തിലാണ്, ആ ഒരു സന്ദർഭത്തിലാണ് പരിശുദ്ധ ഇസ്ലാം തുടങ്ങുന്നത്. വസയഊദു കമാ ബദഅ, അത് തുടങ്ങിയിടത്തേക്ക് തന്നെ ഇസ്ലാം എന്താണ് എന്നറിയാത്തൊരവസ്ഥയിലേക്ക് ഈ സമൂഹം തിരിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫതൂബാ ലിൽ ഗുറബാ, അങ്ങനെ അപരിചിതമായ ആ ഘട്ടത്തിൽ ഇസ്ലാം ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോകുന്ന ആ കാലഘട്ടത്തിൽ ആരാണോ ഇസ്ലാമികമായ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് എങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് താല്പര്യം കാണിക്കുന്നുവെങ്കിൽ അവർക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളങ്ങൾ നേർന്നത്. വഹുമുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദൻ നാസു മിൻ ബഅദി മിൻ സുന്നത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മംഗളങ്ങൾ നേരുന്നത് എന്റെ സുന്നത്തിനെ, എന്റെ ജനതയെ, എന്റെ ഉമ്മത്തിനെ ആളുകൾ ഫസാദാക്കിയതിനു ശേഷം ആ ഘട്ടത്തിൽ എന്റെ സുന്നത്തിനെ ആരാണോ മുറുകെ പിടിക്കുന്നത് എങ്കിൽ അവർക്കാണ് മംഗളങ്ങൾ ഉള്ളത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദ ഉമ്മതി, എന്റെ ഉമ്മത്ത് കുഴപ്പത്തിലാകുന്ന സന്ദർഭത്തിൽ, എന്റെ സമൂഹം അധാർമികതയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, സുന്നത്തിൽ നിന്ന്, ഇസ്ലാമികമായ സംസ്കാരങ്ങളിൽ നിന്ന് എന്റെ സമൂഹം പിന്മാറിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആരാണോ എന്റെ ചര്യയെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതെങ്കിൽ ഫലഹു അജ്റാ മിഅത്തി ഷഹീദിൻ, അവന് 100 ഷഹീദിന്റെ കൂലിയെന്നാണ്.
അല്ലേ? ഒന്നോ രണ്ടോ ഷഹീദിന്റെ കൂലിയല്ല. സമൂഹം ഈ നിലക്ക് അധർമ്മങ്ങളിലേക്ക് വഴുതി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന ആളുകൾക്ക് 100 ഷഹീദിന്റെ കൂലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നകും ഫീ സമാനിൻ, നിങ്ങൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, മൻ തറക മിൻകും ഉശ്റ മാ ഉമിറ ബിഹി, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ 10ൽ 1 നിങ്ങൾ ഉപേക്ഷിച്ചാൽ ഹലക, നിങ്ങൾ നശിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളോട് ചെയ്യാൻ വേണ്ടി ഞാൻ നിർദ്ദേശിക്കുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും 1 നിങ്ങൾ ഉപേക്ഷിച്ചാൽ ഹലക, നിങ്ങൾ നശിച്ചു പോകും. എന്നാൽ സുമ്മയഅതി സമാനുൻ, ഇനി ഒരു കാലം വരാനുണ്ട്, മൻ അമില മിൻഹും ബിഉശ്രി മാ ഉമിറ ബിഹി, അക്കാലഘട്ടത്തിൽ 10ൽ ഏതെങ്കിലും 1 ചെയ്താൽ നജാ, അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ആ നിലക്ക് അനശ്വരമായ ലോകത്ത് സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കും ലഭിക്കും എന്നുള്ളതാണ്. വളരെ ലളിതമായി നേടിയെടുക്കാവുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട് പ്രിയമുള്ളവരെ. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ അല്ലെ, രാവിലെ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു വലിയ അധ്വാനമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ പ്രവാചകന്റെ ഒരു സുന്നത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന സുന്ദരമായ പ്രാർത്ഥന നിർവഹിക്കുമ്പോ, എന്ന സുന്ദരമായ ദിക്ർ നിർവഹിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സുന്നത്താണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ദിവസത്തിന്റെ അവസാനത്തിൽ കിടക്കപ്പായയിലേക്ക് ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത് എന്ന ലളിതമായ ദിക്റോട് കൂടിയാണ് നാം കിടന്നുറങ്ങുന്നതെങ്കിൽ 2 സുന്നത്താണ് ഞാനും നിങ്ങളും നിർവഹിക്കുന്നത്. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കയറുമ്പോ അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ. അല്ലേ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, അല്ലാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ രൂപത്തിൽ വളരെ ലളിതമായ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ കൃത്യമായി പഠിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് സുന്നത്തുകൾ, ഒരുപാട് മര്യാദകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലേ, ആ മര്യാദകൾ കൃത്യമായി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നമുക്ക് സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൃത്യമായി അറിയുകയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക. അവസാന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിനോട് വിട പറയുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വസിയത്ത് നൽകിയത്, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ 2 നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? പ്രവാചകൻ വിശദീകരിക്കുന്നു. കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണ്, പരിശുദ്ധ ഖുർആനാണ്. വസുന്നത്തി നബിയിഹി, രണ്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അനശ്വരമായ ലോകത്ത് ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്ന, ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന സുന്ദരമായ സ്വർഗമാണ് പ്രിയമുള്ളവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിമിഷങ്ങളാകുന്ന, സെക്കൻഡുകളാകുന്ന ഈ ജീവിതത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഐഹികമായ ജീവിതത്തിന്റെ നിസ്സാരത മനസ്സിലാക്കിക്കൊണ്ട് അനശ്വരമായ ലോകത്തെ ജീവിത വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ലവരായ വിശ്വാസി സമൂഹത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.